ഞാനിപ്പോൾ ഇവിടം വരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ഒരു 1-1.5 കിലോമീറ്റർ നടന്ന് വൈകുന്നേരം ഇപ്പോൾ വന്നാൽ വെറുതെ ഇപ്പോൾ ഒരു 5-5:45 ഉണ്ടോ. അത്ര വലിയ സെറ്റപ്പ് ബീച്ചൊന്നുമല്ല, ഒരു ചെറിയ ബീച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതലും മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ ബോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അവരുടെ കുറച്ച് ക്യാബിനൊക്കെ ബീച്ച് ഫ്രണ്ടായിട്ടൊക്കെ കുറേ ഹട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലുണ്ട്. വേറെ ഇവിടെ അത്ര ഈ സൈഡിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകുന്നതാണ്. അപ്പുറം ബീച്ചൊക്കെ ഉണ്ട്, കുറച്ച് റോക്കൊക്കെ ഉള്ള സ്ഥലമാണ്. അത്ര വലിയൊരു ഇതൊന്നുമില്ല. കൂടുതലും ഫിഷിങ്ങിൻ്റെ ബോട്ടുകളും ബീച്ചുണ്ട്. കഴിഞ്ഞാൽ അത്ര ഇത് കടലിൽ കയറി വന്ന സമയം തോന്നുന്നു. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് കുറച്ച് സ്ഥലം കാണുന്നുണ്ട്. അതാണ് എയർപോർട്ടും, ഡാബോളിയം എയർപോർട്ട്, പിന്നെ വാസ്കോ ഡ ഗാമ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയാണ്. അതങ്ങനെ കുറച്ച് കടലുള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തിരമാലയൊക്കെ കുറവാണ്. ആ സൈഡ് അപ്പുറത്തെ സൈഡാണ് സൗത്ത്. ഈ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റൊക്കെ ഇറങ്ങാനായിട്ട് താഴ്ന്നു പോകണ ഇവിടുന്ന് കാണാം. അവിടെയാണ് എയർപോർട്ട് ലാൻഡ് ചെയ്യാനായിട്ട്. കാണാമെന്നറിയില്ല. ചെറിയൊരു തിരമാലയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്നില്ല, ഇനി അപ്പുറം വന്ന വഴിക്ക് ഓരോരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ബീച്ചിന് പേരൊന്നുണ്ടെന്നറിയില്ല. എന്തായാലും നമ്മൾ തിരിച്ചു പോകണം. ഇവിടെ കുറേ കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് വേണം വരാനായിട്ട്, അല്ലെങ്കിൽ കാലിൽ കുപ്പിച്ചിലൊക്കെ. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് വരുന്ന വഴി. അതിൻ്റെ അപ്പുറത്തേക്ക് ബീച്ചുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഹട്ടുകളൊക്കെ. ഇതൊരു ഹോട്ടലാണ്. അവരുടെയാണ് അവിടെ ബീച്ച് ഫ്രണ്ടിലെ ഹട്ടുകളും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഈ കയറ്റം മുഴുവൻ നടന്ന് കയറണം. കുറച്ച് അവിടെ നടക്കാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഇറക്കമായിരുന്നു, നല്ല സുഖമായിരുന്നു ഇറങ്ങി വരാൻ. ഇനി ഈ കയറ്റമെല്ലാം നടന്ന് കയറണം. ചെറിയൊരു വാക്കിങ്ങിനൊക്കെ ഉള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. വൈകുന്നേരമൊക്കെ കുറച്ച് നടന്നു വരാം. ഇവിടെ ഒരു ഹോട്ടലാണ് ബേ 15. ഇവിടെ നിന്നാലും ബീച്ചൊക്കെ കാണാം. അവിടെ ചെറിയൊരു ബീച്ചൊക്കെ ഉണ്ടെന്ന് കേട്ടോ.